Hi dear friends, ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ കാണാത്ത ആൾക്കാർ മുകളിൽ ഐ ബട്ടണിലെ ലിങ്ക് കൊടുത്തേക്കാം, പോയി കണ്ടിട്ട് വരിക. നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ പോകുന്നത് ഫയൽ ബട്ടണാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ബാക്കി ഈ സ്ക്രീനിലുള്ള ഓവറോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും ഇന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും, നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫയലിലോട്ട് പോവാം. നമ്മൾ ലാസ്റ്റ് സെഷനിൽ പറഞ്ഞ കാര്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ എങ്ങനെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, അത് സെലക്ട് ചെയ്യുന്ന മെത്തേഡ്സ് പറഞ്ഞു തന്നു. കട്ട്, കോപ്പി, പേസ്റ്റ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഡീൽ ചെയ്തു. ഒരു ഡോക്യുമെന്റ് കിട്ടാനായിട്ട് നമ്മൾ നമ്മുടെ വേർഡ് മിനിമൈസ് ചെയ്യുന്നു, നമ്മുടെ വേറൊരു വേർഡ് ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ആ വേർഡ് ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഈ ഡോക്യുമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തു, നമ്മൾ പറഞ്ഞു കോപ്പി, അത് ക്ലോസ് ചെയ്തു, നമ്മുടെ ഫയലിൽ വന്നു പേസ്റ്റ്. ഞാൻ പറഞ്ഞു അതിന്റെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തന്നു. Ctrl+C ആണ് കോപ്പി ചെയ്യുന്നതിനുള്ളത്, Ctrl+V ആണ് പേസ്റ്റ് ചെയ്യുന്നതിനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഉള്ള ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ പോകണം. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ തുടങ്ങാം. ഇവിടെ ഒരു എക്സ് ചിഹ്നം കിടപ്പുണ്ട്, അത് ക്ലോസ് എന്നാണ് മീനിങ്. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയല് ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പൊ ഈ ഫയൽ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അത് ക്ലോസ് ആവും. ഇവിടെ റീസ്റ്റോർ ഡൗൺ എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു ഫയൽ, ഈ ഒരു വേർഡ് ഫുൾ സ്ക്രീനിൽ നിൽക്കുകയാണ്. ഞാൻ റീസ്റ്റോർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാഫ് സ്ക്രീൻ ആവും. എനിക്ക് ഇവിടെ എന്ത് ചെയ്യാം, എങ്ങോട്ട് വേണം മൂവ് ചെയ്യാനായിട്ട് വരും. ഇപ്പം രണ്ട് ഫയൽ ഒരേ സമയം എനിക്കൊരു രണ്ട് ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് എനിക്ക് എന്ത് ചെയ്യണം, ഉപയോഗിക്കാനായിട്ട് റീസ്റ്റോർ എന്നുള്ള ഓപ്ഷൻ. ഇനി മിനിമൈസ് എന്ന ഓപ്ഷൻ, ഇത് മാക്സിമൈസ് ആണ് പറഞ്ഞു. ഇത് മിനിമൈസ് എന്ന ഓപ്ഷൻ ഉണ്ട്. മിനിമൈസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഫയൽ നേരെ ടാസ്ക് ബാറിനകത്ത് പോയി ഹൈഡ് ആയിട്ട് കിടക്കും. നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അവിടെ ജസ്റ്റ് ടാസ്ക് ബാർ ക്ലിക്ക് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ക്ലോസ് ആവും. ഇത് റീസ്റ്റോർ ഡൗൺ, ഒരു മാക്സിമൈസ് ബട്ടൺ ആണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചെറുതാവും വലുതാവും. പിന്നെ ഉള്ളത് മിനിമൈസ് ബട്ടൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ ഇവിടെ വേർഡിന്റെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും ഇതേ ഓപ്ഷൻസ് അവർ ക്ലോസ് ഉണ്ട്, മിനിമൈസ് ഉണ്ട്, റീസ്റ്റോർ ഉണ്ട്, അങ്ങനെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് ഫയലിൽ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇൻഫോ ഉണ്ട്, ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സേവ് ഉണ്ട്, സേവാസ് ഉണ്ട്, പ്രിന്റ് ഉണ്ട്, ഷെയർ ഉണ്ട്, എക്സ്പോർട്ട് ഉണ്ട്, ക്ലോസ് ഉണ്ട്, അക്കൗണ്ട് ഉണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഇത് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നമ്മൾ ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഇൻഫോ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനകത്ത് നമ്മുടെ ഈ ഫയലിന്റെ ഓവറോൾ ഇൻഫോ ആണ് കാണുന്നത്. അതായത് നമ്മുടെ ഏതാണോ നമ്മുടെ ഓതർ എന്ന് കാണും, അതിൽ എത്ര പേജ്, നമ്മുടെ എത്ര പേജ് ഉണ്ടെന്ന് കാണും, അതിൽ എത്ര വേർഡ്സ് ഉണ്ട്. കണ്ടോ, ഇതിൽ വേർഡ്സ് 403 വേർഡ്സ് ആണുള്ളത്. ടോട്ടൽ എഡിറ്റ് ടൈം 21 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ്, ഈ ഫയലിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണും. ഇനി ന്യൂ എന്ന ഓപ്ഷൻ ഉണ്ട്. എന്താണ് ന്യൂ എന്ന ഓപ്ഷൻ? ഈ ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ ഫസ്റ്റ് ഹോം ബട്ടണിലോട്ട്, ഹോം പേജിലോട്ട് പോകും. അതായത് നമുക്ക് ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ടെംപ്ലേറ്റ്സ്, നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ കലണ്ടറോ അങ്ങനെയെങ്കിൽ ബ്ലോഗ് പോസ്റ്റോ റെസ്യൂമയുടെ ഒരു ഫോർമാറ്റോ, ഏത് ഫോർമാറ്റ് ആണോ ആ ഫോർമാറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പോകും, നമുക്ക് ബ്ലാങ്ക് ഡോക്യുമെന്റ് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ബ്ലാങ്ക് ഡോക്യുമെന്റ്, അപ്പോൾ ഒരു പുതിയ ബ്ലാങ്ക് ഡോക്യുമെന്റ് ഓപ്പൺ ആവും. അതായത് നമ്മൾ താഴെ ടാസ്ക് ബാറിനകത്ത് മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഓപ്പൺ ആയിട്ട് കാണും. ഒന്ന് സാധാരണ നമ്മൾ ഓപ്പൺ ചെയ്തത്, ഒന്ന് പുതുതായിട്ട് ഓപ്പൺ ചെയ്തു. ഓക്കെ, നമുക്കത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഫയൽ ഇൻഫോ പഠിച്ചു, ന്യൂ പഠിച്ചു. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഫയൽ, വേർഡ് ഫയൽ ഓപ്പൺ ചെയ്ത് ന്യൂ എന്ന് പറയും. ഇനി ഓൾറെഡി സേവ് ചെയ്ത് വെച്ചൊരു ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് അവിടെ ഉപയോഗിക്കുന്നതാണ് ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെന്റ് ഡോക്യുമെന്റ് ഇതിനകത്ത് അവൈലബിൾ ആവും. റീസെന്റ് ഡോക്യുമെന്റ് ഏതൊക്കെയാണെന്ന് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മുടെ മൈ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്യുക. മൈ കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പ് എടുക്കുക. ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും ഫയൽ വേണം, ആ ഫയൽ എടുക്കുക, അത് ഓപ്പൺ ചെയ്യുക. ആ ഫയൽ എന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇനി ഈ ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇനി അടുത്തുള്ള സേവാസ്. എന്താണ് സേവ്, എന്താണ് സേവാസ്? ശ്രദ്ധിക്കുക, നമ്മളൊരു ഫയല് വേർഡ് ഓപ്പൺ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് സേവ് ചെയ്യുന്നതെങ്കിൽ അവിടെ സേവ് ആസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്.
ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് ആദ്യമായിട്ടാണ് സേവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ സേവ് ആസ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ഫയൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തതാണ്, ആ ഫയൽ വീണ്ടും എന്തെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്താനായിട്ട് ഉപയോഗിക്കുന്നതാണ് സേവ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം, ലിസൺ. സേവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ, ഫ്രഷ് ഫയൽ ആദ്യമായിട്ട് സേവ് ചെയ്യുമ്പോൾ സേവാസ് ഉപയോഗിക്കുക. ഇനി ഓൾറെഡി സേവ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും എഡിറ്റ് വരുത്തി കഴിഞ്ഞാൽ അത് മാറ്റം വരുത്താൻ സേവ് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഓക്കെ, ഇപ്പൊ ഈ ഫയൽ ഓൾറെഡി ഞാൻ സേവ് ചെയ്താണ്, അപ്പോൾ എന്ത് ചെയ്യാം, സേവ് കൊടുത്താൽ മതി, അതെന്തായിക്കോളും, സേവ് ആയിക്കോളും. അല്ല, എനിക്ക് ഈ ഫയൽ ഞാൻ വിചാരിക്കുന്ന വേറെ എവിടെയെങ്കിലും സേവ് ചെയ്യണമെങ്കിൽ അവിടെ സേവാസ് കൊടുക്കാം. സേവാസ് കൊടുക്കുമ്പോൾ എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാൻ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുന്നു. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കിയിട്ട് നേരെ ഡി ഡ്രൈവിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഫയൽ ന്യൂ ഫയൽ എന്നായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മാറ്റുന്നു, ന്യൂ വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു, ന്യൂ വേർഡ് 1 2 3 ടൈപ്പ് ചെയ്യുന്നു, ഓപ്പൺ. ഓക്കെ, അപ്പോൾ ആ ഫയൽ എന്താവും, അവിടെ സേവ് ആവും. ഓക്കെ, അപ്പോൾ ഒരു ഫയൽ പുതുതായിട്ട് സേവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സേവ് ആസ് ഉപയോഗിക്കുന്നത്. എക്സിസ്റ്റിംഗ് ഫയലിനെ ഒന്നും കൂടെ സേവ് ചെയ്യാനാണ് സേവ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ അറിയില്ല, ഒരു ഫ്രഷ് ഫയൽ എടുത്തിട്ട് സേവ് കൊടുത്താലും അത് ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ആസ് തന്നെ ആയിക്കോളും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത് പ്രിന്റ് ആണ്. പ്രിന്റ് ഓപ്ഷൻ ആണ്. എങ്ങനെ പ്രിന്റ് ഓപ്ഷൻ ചെയ്യും? പ്രിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ പ്രിന്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രിന്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എത്ര കോപ്പി വേണം നമ്മൾ കൊടുക്കാം, ഏത് പ്രിന്റർ ആണെന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഡിറ്റക്ട് ആയിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള പ്രിന്റേഴ്സിന്റെ പേരെല്ലാം ഇവിടെ കാണും. അല്ല, അതിന്റെ ബാക്കിയുള്ള എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ്മെന്റ്സ്. നമുക്ക് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ നമുക്കൊരു അണ്ടർ വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഷെയർ എന്ന ഓപ്ഷൻ ഉണ്ട്. എന്താണ് ഷെയർ എന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വേർഡിനെ ഷെയർ ചെയ്യാൻ പറ്റും. ഇമെയിലോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്രസന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്ലോഗിലോട്ട് പോസ്റ്റ് ചെയ്യാനോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഷെയർ ചെയ്യാൻ പറ്റും. അതിനാണ് ഷെയർ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എക്സ്പോർട്ട്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫയലിനെ നമ്മുടെ PDF-ലോട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ ഈ ഒരു ഫോർമാറ്റ് വേർഡ് എന്നുള്ള ഫോർമാറ്റ് ആണ്. ഈ വേർഡ് എന്ന് പറയുന്ന ഫോർമാറ്റ്, ഡോക്ക് എന്നുള്ള ഫോർമാറ്റ് നമുക്ക് നേരെ എങ്ങോട്ട് മാറ്റാം, PDF എന്നുള്ള ഫോർമാറ്റോട്ട് മാറ്റാം. അത് എങ്ങനെ ചെയ്യണമെന്നാണ് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റ് PDF ഡോക്യുമെന്റ് ഓപ്ഷൻ ഉണ്ട്, അവിടെ എന്തുണ്ട്, ക്രിയേറ്റ് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് സേവ് ആയി. അപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത സി ഡ്രൈവിൽ തന്നെ പോകുന്നു, ഡി ഡ്രൈവിൽ തന്നെ പോകുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് സേവ് ചെയ്യുന്നു. പബ്ലിഷ് എന്ന ഓപ്ഷനാണ് അവിടെ, സേവ് എന്നതിൽ പബ്ലിഷ് എന്നാണ്. ഈ പബ്ലിഷ് ക്ലിക്ക് ചെയ്ത ഉടനെ അവിടെ എന്തായിക്കണം, സേവ് ആയിക്കണം. നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ എന്താ നേരത്തെ കണ്ട ആ വേർഡ് ഡോക്യുമെന്റ് ഒരു PDF ആയിട്ട് സേവ്. അപ്പോൾ നമ്മൾ ഇതിനെ PDF ആയിട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അല്ലാതെ വേറെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം, എക്സ്പോർട്ട് അല്ലാതെ സേവ് ആസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത്, മൈ കമ്പ്യൂട്ടർ എടുക്കുക, അതിൽ എവിടെയാണോ സേവ് ചെയ്യുന്നത് അവിടെ സേവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം നമ്മുടെ അസി എന്ന് പറഞ്ഞ ഡി ഡ്രൈവിൽ സേവ് ചെയ്യുന്നു. ഇവിടെ വേർഡ് എന്ന ഡോക്യുമെന്റ് കിടന്നു, അവിടെ ജസ്റ്റ് മാറ്റി PDF എന്ന് കൊടുത്താലും മതി. ജസ്റ്റ് PDF എന്ന് മാത്രം കൊടുത്താൽ മതി. സേവ് കൊടുക്കുക, ഓട്ടോമാറ്റിക് എന്താവും, അത് അവിടെ സേവ് ആവും. ഓക്കെ, നമുക്ക് അങ്ങനെ നമ്മുടെ വേർഡിനെ PDF-ലോട്ട് കൺവേർട്ട് ചെയ്യാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ സേവ് ആസിൽ പോയിട്ട് ഫയൽ ടൈപ്പ് എന്താക്കി മാറ്റുക, PDF ആക്കി മാറ്റുക. സേവ് ആസിൽ പോയിട്ട് ഫയൽ ടൈപ്പ്, സേവ് ചെയ്യുമ്പോൾ ഫയൽ ടൈപ്പ് PDF ആക്കി മാറ്റുക. അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോർട്ടിൽ പോവുക. എക്സ്പോർട്ടിൽ പോയിട്ട് ക്രിയേറ്റ് PDF എന്ന് ഓപ്ഷൻ കൊടുക്കുക. അവിടെ PDF-ന്റെ പേര് എന്താണോ ആ പേര് എന്ത് ചെയ്യുക, കൊടുക്കുക, പബ്ലിഷ് ചെയ്യുക. അത് എന്തായിട്ട് മാറും, സേവ് ആയിട്ട് മാറും. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ് എന്ന ഓപ്ഷനാണ്. ഈ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താവും, നമ്മുടെ നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത ആ ഒരു ഫയൽ എന്താവും, ക്ലോസ് ആയിട്ട് മാറും. അത് നമ്മൾ ആ ഫയൽ മുഴുവനായിട്ടും ക്ലോസ് ആയിട്ട് പോകും. ഇനി നമുക്കത് ഓപ്പൺ ചെയ്യാനായിട്ട് ഫയൽ എന്ത് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. റീസെന്റ് ഡോക്യുമെന്റ് കിടപ്പുണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വേർഡിനെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഫയൽ മാത്രം, വേർഡ് ക്ലോസ് ആവില്ല, ആ ഫയൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്ലോസ് ആവുള്ളൂ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലോസ് കൊടുക്കുന്നു, അപ്പോൾ അത് ക്ലോസ് ആയി. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് എന്ത് ചെയ്യാം, പുതിയ ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാം. ന്യൂ ഫയൽ ഓപ്പൺ ആവും. അപ്പോൾ ഈ ഫയൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ഓപ്ഷൻ കൊടുക്കാം, അത് എന്ത് ചെയ്യും, ക്ലോസ് ആവും. എനിക്ക് എന്ത് ചെയ്യാം, നേരെ ഓപ്പണിൽ പോയിട്ട് റീസെന്റിൽ പോയിട്ട് നേരത്തെ സേവ് ചെയ്ത ന്യൂ വേർഡ് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യുമ്പോൾ ആ ന്യൂ വേർഡ് എന്നുള്ള ഓപ്ഷൻ എനിക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇനി അടുത്തത് നമ്മൾ ഇൻഫോ നോക്കി, ന്യൂ നോക്കി, ഓപ്പൺ നോക്കി, സേവ് നോക്കി, സേവാസ് നോക്കി, പ്രിന്റ് നോക്കി, ഷെയർ നോക്കി, എക്സ്പോർട്ട് നോക്കി, ക്ലോസ് നോക്കി. ഇനി ഇവിടെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ അക്കൗണ്ട് ഓപ്ഷനിൽ ഇവിടെ ഇത് വിൻഡോസ് ആക്ടിവേറ്റ് ആയിട്ടില്ല, അതുകൊണ്ടാണ്. ഇവിടെ തീം എന്ന ഓപ്ഷൻ ഉണ്ട്.
പ്രധാനമായിട്ട് നമുക്ക് 3 തീമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വൈറ്റ് തീമാണ്. ഇനി വൈറ്റ് തീം അല്ല ലൈറ്റ് ഗ്രേ ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ലൈറ്റ് ഗ്രേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലൈറ്റ് ഗ്രേ അല്ല വേണ്ടേ, ഇതിൽ എനിക്ക് ബ്ലാക്ക് ആണ് അല്ലെങ്കിൽ ഡാർക്ക് ഗ്രേ ആണ് വേണമെങ്കിൽ ജസ്റ്റ് ഡാർക്ക് ഗ്രേ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്തായിട്ട് മാറും? ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രേ ആയിട്ട് മാറും. ബ്ലാക്ക് പോലെ തന്നെ ബ്ലാക്ക് ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ 3 ഓപ്ഷൻ ഉണ്ട്. അത് അക്കൗണ്ടിൽ പോയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഒരു ബ്ലൂ ഒരു വേരിയൻ്റ് ആണ് വേണമെങ്കിൽ വൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബ്ലൂ സൈഡിൽ ബ്ലൂ ആയിട്ട് മാറും. അല്ല ഒരു ലൈറ്റ് ഗ്രേ ആണെങ്കിൽ ലൈറ്റ് ഗ്രേ ആയിട്ട് മാറും. അവിടെ വലിയ മാറ്റമൊന്നും വരത്തില്ല. നമ്മുടെ ഈ സൈഡ് ലൈറ്റ് ഗ്രേ ആയിട്ട് മാറും. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഡാർക്ക് ആക്കി മാറ്റാം, ഡാർക്ക് ഗ്രേ കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് നമ്മുടെ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമുക്കൊന്ന് ഓവറോൾ റിവൈൻഡ് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്. നമുക്ക് ഇന്ന് ഇത്രയും മതി. നമ്മുടെ ഫയലിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് അതിൽ ഇൻഫോ ഉണ്ട്. നമ്മുടെ ഈ ഒരു ഫയലിൻ്റെ ഇൻഫോ എന്തെല്ലാം കാര്യങ്ങളാണോ ആ ഇൻഫർമേഷൻസ് അവൈലബിൾ ആയിട്ട് മാറും. ന്യൂ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാനാണ് ന്യൂ ഉപയോഗിക്കുന്നത്. ഓപ്പൺ ഉപയോഗിക്കുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ട് സേവ് ആയിട്ടുള്ള ഒരു ഫയൽ ഓപ്പൺ ആക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഓപ്പൺ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഫയൽ സേവ് ചെയ്യാൻ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് സേവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സേവ് ഉപയോഗിക്കുന്നത്. ഈ ഫയൽ വേറൊരു ഡയറക്ടറി അല്ലെങ്കിൽ വേറെ ഒരു നമ്മുടെ ഡ്രൈവിലോട്ട് സേവ് ചെയ്യാനായിട്ട് സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം. പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫയൽ പ്രിന്റ് ചെയ്യാനായിട്ട്, ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയൽ നമുക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ ക്ലൗഡിലോ സേവ് ചെയ്യാനായിട്ട് ഷെയർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ വേർഡ് ഡോക്യുമെന്റിനെ PDF-ലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് എക്സ്പോർട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ഉപയോഗിക്കുന്ന ക്ലോസ് എന്ന ഓപ്ഷനാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് ഫയൽ മാത്രം ക്ലോസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതിന് ക്ലോസ് എന്ന ഓപ്ഷൻ. പിന്നെ അക്കൗണ്ടിനകത്ത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ആക്ടിവേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവിടെ കാണും. 2, നമ്മുടെ തീം ഡാർക്ക് വേണോ, വൈറ്റ് വേണോ, ലൈറ്റ് ഗ്രേ വേണോ എന്നുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.